ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ എന്റെ അടുത്ത് ക്ഷമിക്കണോ? അമ്മയോ? ഏതമ്മ? നീ അടി പോവാനെ. നീ എന്താണ് എന്റെ ഫ്രണ്ട് ചോദിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയേ? ഇനി അങ്ങോട്ട് പോ. വരണമ്മ. എന്തിനു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? അമ്മ അമ്മ എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് ഇവളുമാരുടെ അടുത്ത് രണ്ട് വർത്താനം പറയണം. അയ്യോ കുട്ടേട്ടാ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. തനിക്ക് ഇവിടെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ താൻ ഇറങ്ങി തന്റെ വീട്ടിലേക്ക് പോ. എടീ കാലമാടത്ത് അത് ഞാൻ വേറെ ആരും പറഞ്ഞാണ്. ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാണ്. ആ ദുർഗമുണ്ടല്ല എന്റെ സ്വന്തം മോളെ പോലെ, എന്റെ സ്വന്തം മോളെ പോലെ. അയ്യോ, അവളെ ഇനി എങ്ങാനും വേദനിപ്പിച്ച സമ്മതിക്കില്ല. ചിലപ്പോ ശരിയായിരിക്കും. ആ ജയശ്രീയുടെ സ്വഭാവം വെച്ച് ദേവേട്ടൻ തന്നെയാണോ ഇവളുടെ അച്ഛനെന്ന് പറയാൻ പറ്റില്ല. ഗിരിജെ, ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞാൽ നിന്റെ പല്ലടിച്ച് താഴെ ഇടും. പറഞ്ഞാ മാത്രം പോരാട്ടാ. എവിടെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു. ഇത് പറഞ്ഞാ പോരാ ചേട്ടാ, ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ദേവേട്ടന് വേണ്ടി. വേണ്ട കുട്ടേട്ടൻ പോയി കിടക്ക്. കുട്ടാ ചെല്ലേ, പോയി കിടക്ക്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഇല്ലമ്മ, പറയണ്ട, ഇന്ന് തന്നെ പറയണം എനിക്ക്. എടീ ഗിരിജ, എടീ നിന്റെ സ്വഭാവം കൊണ്ടാണ് നിനക്ക് ഇപ്പോഴേ വിധവയാവേണ്ടി വന്നത്. എടോ തന്നെ ഞാനുണ്ടല്ലോ. അപ്പൊ നിനക്ക് നൊന്തല്ലേ? നിനക്ക് നിന്റെ ചീഞ്ഞ നാവ് കൊണ്ട് നിനക്കാരെന്ന് വേണ പറയാം. പക്ഷെ നിന്നെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു. സത്യത്തില് അജയ് ഉണ്ടല്ലോ നിന്റെ കെട്ടിയായി, അവൻ ഭാഗ്യം ചെയ്തവനാടി. അതാ അവനെ മോളോട്ട് പെട്ടെന്ന് വിളിച്ചത്. നിന്റെ കൂടെ ജീവിക്കണേക്കാട്ടിലും വലിയ ശിക്ഷ വേറെ എന്തുണ്ടടി? മനുഷ്യ, നിങ്ങൾ ഇയാളെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? നിങ്ങള് കൂടുതൽ തിളക്കണ്ട കേട്ടാ. നിങ്ങളെ ഞാൻ ഒന്നും പറയാത്തത് ആ പാവം മനുഷ്യണ്ടല്ലോ ദേവേട്ടൻ, അങ്ങനെ ഓർത്തിട്ട് മാത്രമാ. പിന്നെ ഇനി എന്തെങ്കിലും ദേവേട്ടനെതിരെ സംസാരിച്ച പിന്നെ ഞാൻ അതങ്ങ് മറക്കും. മതി കുട്ടാ, നീ ചെല്ലേ. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഇവരടുത്തൊക്കെ രണ്ട് വാക്ക് പറയണം. ഇല്ലെങ്കിലേ എവളുമാർ രണ്ടും കൂടെ ആ പാവം കൊച്ചിനെ ജീവനോടെ കത്തിക്കും, ജീവനോടെ. തനിക്ക് അത്രയ്ക്ക് സഹിക്കുന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ട് താനങ്ങ് പൊയ്ക്കോ. ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ മോളെ പോലെ പൊന്നുപോലെ വളർത്തും ഞാൻ. പക്ഷേ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇതേ ദുർഗമോളുടെ വീടാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങി പോകണ്ടേ. നീയൊക്കെ ഇവിടെ പന്ത് തട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടല്ലേ. ആ ദുർഗമോൾ ആരാന്നറിയാ? നമ്മളെ ടീമിന്റെ ടീമിന്റെ താനെന്താ നിർത്തിയത്? ദുർഗമോള് ദുർഗ ആരാ പറ? ദേവതാണ്, ദേവത. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി.